പാകിസ്ഥാനിൽ വമ്പൻ തിരിച്ചടി നടത്തിയ ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒരു വാക്ക് മൊഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ താലിബാൻ. നേരത്തെയും താലിബാൻ ഈ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും ഈ കാര്യം പറയുന്നതിലൂടെ അഫ്ഗാനിസ്ഥാന്റെ ഇന്ത്യയോടുള്ള കൂറ് അവർ വീണ്ടും പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് അതെന്നല്ലേ, ഇന്ത്യയുടെ ഇറാനിലെ ചബഹർ തുറമുഖം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ആ തുറമുഖത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പോരാത്തതിന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. അങ്ങനെ ആരും വ്യാമോഹിക്കേണ്ട എന്നും ഇപ്പോൾ താലിബാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല താലിബാൻ പറയുന്നത്, വളരെ നേരത്തെയും അവർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ താലിബാന് കറാച്ചി പോർട്ടുമായുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ ഇപ്പുറത്തെ ചബഹർ പോർട്ടിന്റെ ആവശ്യം വളരെ വലുതാണ്. പോരാത്തതിന് ഇന്ത്യയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് ഭക്ഷ്യ വസ്തുക്കളും ധാന്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാന്റെ വിശപ്പകറ്റുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ കറാച്ചി പോർട്ടിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ചബഹർ തുറമുഖത്തെ അഫ്ഗാനിസ്ഥാനും താലിബാനും മറ്റും കാണുന്നത്. ഇന്റർനാഷണൽ ട്രേഡിന് അഫ്ഗാനിസ്ഥാന് ഈ ചബഹർ തുറമുഖം കൂടിയേ തീരൂ. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡിന് അവിടെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി പോയപ്പോൾ അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഇന്ത്യ ചബഹർ തുറമുഖത്തിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സോൺ, ഇന്റർനാഷണൽ ട്രേഡിന് അഫ്ഗാനിസ്ഥാന് ഒരു സ്പെഷ്യൽ സോൺ തരും എന്നുള്ളതാണ് ഇപ്പോൾ അന്ന് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. പോരാത്തതിന് സബീനുള്ള മുജാഹിദ് എന്ന് പറയുന്ന ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് വക്താവ്, എമിറേറ്റിന്റെ വക്താവ് അന്ന് പറഞ്ഞിരുന്നത് ചബഹർ തുറമുഖത്തിൽ എത്രയധികം ചരക്ക് നീക്കം കൂടുന്നുവോ അത്രയധികം അഫ്ഗാനിസ്ഥാൻ ശക്തിപ്പെടും എന്നാണ്. പോരാത്തതിന് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം മെച്ചപ്പെടുത്താനും ചബഹർ തുറമുഖം ഞങ്ങൾക്ക് സഹായകമാകും. കാബൂളും ഞങ്ങളുമായി ഇപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല. കറാച്ചി പോർട്ട് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതുകൊണ്ട് ഈ ചബഹർ തുറമുഖം ഞങ്ങൾക്ക് തന്നെ തരണം, ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഒരു ട്രേഡ് നടത്താനുള്ള സംവിധാനം തരണം എന്ന് അന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. അഖുന്ദ് സാദ അബ്ദുൾ സലാം എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സും അദ്ദേഹവും ഈ കാര്യം ഇതേപോലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പോരാത്തതിന് അഫ്ഗാനിസ്ഥാൻ ചേംബർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് മൈൻസും അന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ട്രേഡിന് ഈ ചബഹർ തുറമുഖം വളരെയധികം ഗുണകരമാണ് എന്ന് പറഞ്ഞിരുന്നു. അതേ ചബഹർ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനും വലിയ രീതിയിലുള്ള കളികൾ കളിച്ചത്. ചൈന യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ഗ്വാദ്വാർ തുറമുഖം പാട്ടക്കരാറിന് എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ഗ്വാദ്വാർ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ വളരെ എളുപ്പമാണ്. അത് പാകിസ്ഥാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു. ആ ഗ്വാദ്വാർ തുറമുഖത്തിന്റെ തൊട്ടുപിറകിലാണ് ചബഹർ തുറമുഖം ഉള്ളത്. ഇന്ത്യ വളരെ കാലം ശ്രമിച്ചിട്ടാണ് ചബഹർ തുറമുഖം കയ്യിലായത്. രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ചബഹർ തുറമുഖം വഴി ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലേക്കുള്ള ട്രേഡ് വളരെയധികം എളുപ്പമാകും എന്നുള്ളതാണ്. വേറൊരു ഗുണമെന്ന് പറയുന്നത് ചൈന ഇന്ത്യക്കെതിരെ എപ്പോഴെങ്കിലും ഒരു ആക്രമണത്തിന് മുതിർന്ന തൊട്ടുപിറകിൽ ചബഹർ തുറമുഖമുണ്ട്. ആ ആക്രമണത്തെ നിഷ്പ്രഭമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ ചബഹർ തുറമുഖം അഫ്ഗാനിസ്ഥാന് നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ് തുറന്നു കൊടുക്കുന്നതിലൂടെ അഫ്ഗാനിസ്ഥാന്റെ വഖാൻ ഇടനാഴി എന്ന് പറയുന്ന ഒരു ഇടനാഴിയുണ്ട്. ആ വഖാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാൻ നമുക്ക് തുറന്നു തരാനുള്ള സാഹചര്യം വളരെ വലുതാണ്. ആ വഖാൻ ഇടനാഴി വഴി തജിക്കിസ്ഥാനിലൂടെ നമുക്ക് റഷ്യയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണയടക്കമുള്ള ആ ഒരു വാതകങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പിന്നീട് കടൽ മാർഗം വരേണ്ട യാതൊരു ആവശ്യവുമില്ല. വളരെ എളുപ്പമായിരിക്കും. പോരാത്തതിന് ദൂരം കുറഞ്ഞു കിട്ടും, ഇത്ര കിലോമീറ്റർ കുറഞ്ഞു കിട്ടും, ചരക്ക് നീക്കത്തിനുള്ള എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ മൂന്ന് വമ്പൻ കാര്യങ്ങളാണ് ഇന്ത്യ ഇതിലൂടെ നടപ്പിലാക്കിയെടുക്കുന്നത്. താലിബാൻ വീണ്ടും പറയുന്നു, ചബഹർ തുറമുഖം അത് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, അത് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് തന്നെയാണ് താലിബാന്റെ ഇപ്പോഴുള്ള നിലപാട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.